ഗൈസ്, വെൽക്കം ടു ഡേ 3 ഓഫ് സ്റ്റാർട്ടിങ് 3 ന്യൂ ഹാബിറ്റ്സ് ഫോർ 21 ഡേയ്സ്. നമ്മൾ സൈക്കിൾ ഓർഡർ ചെയ്തിരുന്നു. സൈക്കിൾ അപ്പോൾ ഇപ്പോൾ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് സെറ്റ് ചെയ്തിട്ട് നാളെ തൊട്ട് നമുക്ക് റുട്ടീൻ്റെ പാർട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല എക്സൈറ്റഡ് ആയിരുന്നു, കാരണം എനിക്ക് വേണ്ടി ഒരു സൈക്കിൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്ത എൻ്റെ ബ്രദറിൻ്റെ സൈക്കിൾ തന്നെയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് അൺബോക്സ് ചെയ്യേണ്ട സമയമായപ്പം വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് സൈക്കിൾ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. ബാക്കി റുട്ടീൻസ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതല്ല. ഇത് ഒരു ഗിയർ സൈക്കിളാണ്. വി നീഡ് ടു ഫിക്സ് ദിസ്. ഓക്കെ, അപ്പം ആദ്യമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണോ നോക്കാൻ അൺബോക്സ് ചെയ്ത് നോക്കാം. സൈക്കിൾ എടുത്ത ഓൺലൈനാണ്. ആക്ച്വലി ഇത് കുറച്ച് ദിവസം നേരിടുന്ന പ്രോസസ്സാണ്. നമ്മൾ ഉള്ള സൈറ്റ്സിലും ഡെക്കാത്തലോണും അറിയാവുന്നവരൊക്കെ വിളിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് സൈക്കിൾ എടുത്തത്. നമ്മുടെ ബഡ്ജറ്റ് ഒരു 10K ആയിരുന്നു, പക്ഷേ നമുക്ക് 8K സംതിങ്ങിന് സൈക്കിൾ കിട്ടി. അത്യാവശ്യം നല്ല റിവ്യൂവും റേറ്റിങ്ങും കൊണ്ടാണ് സൈക്കിൾ എടുത്തത്. സൈക്കിൾ കടയിൽ പോയി തിരക്കിയപ്പോൾ റേറ്റ് ആയത് 10K 11K ആണ്. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് സമയം എടുത്തു. എല്ലാം ഒന്ന് ഫിക്സ് ചെയ്യും, ഹാൻഡിലൊക്കെ പിടിപ്പിക്കുകയും ചെയ്യണമായിരുന്നു. അത്യാവശ്യം എല്ലാം റെഡിയായി. ഇരിക്കുന്ന സെറ്റപ്പൊക്കെ ഏറ്റവും ചെറുതാണോ? നമ്മളെല്ലാം ഫിക്സ് ചെയ്തു സെറ്റാക്കി കഴിഞ്ഞിട്ടുള്ള സൈക്കിളിൻ്റെ കംപ്ലീറ്റ് വ്യൂ ആണ്. Those who are searching for budget cycle under 10K, this is the best option for you guys. Stay tuned for part 3.